മലപ്പുറം എടപ്പാളിനടുത്ത് മാണൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. സ്വാലിഹ് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. സ്വാലിഹ്, വലിയ അപകടമാണോ സംഭവിച്ചിരിക്കുന്നത്? യാത്രക്കാരുടെയൊക്കെ സ്ഥിതി എന്താണ്? മനു, പുലർച്ചെ 2:50 ഈ അപകടമുണ്ടാവുന്നത്. എടപ്പാളിനടുത്ത് മാണൂരിലാണ് ഈ അപകടം. പതിവായി അപകടം നടക്കുന്ന സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. 30ഓളം പേർക്ക് പരിക്കുണ്ട്. പക്ഷെ ആരുടെയും നില ഗുരുതരമല്ല, പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറയുന്നത്. എടപ്പാളിലെ വിവിധ ആശുപത്രികളിൽ ഇവർക്കെല്ലാം പ്രാഥമിക ചികിത്സയും മറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കോഴിക്കോട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. KSRTC ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടമുണ്ടാവുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക്, ചങ്ങരംകുളത്തെയും എടപ്പാളിലെയും ആശുപത്രികളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ പോലീസും ദൃക്സാക്ഷികളുമെല്ലാം പറയുന്നത്. മനു, തീർച്ചയായും ആ ബസ്സിൻ്റെയൊക്കെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ അതിഭയങ്കരമാണ്. കാരണം വണ്ടിയുടെ മുൻവശമെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നത്. ഏതായാലും ആർക്കും ഒന്നും പറ്റിയില്ല എന്ന് കേൾക്കുന്നത് തന്നെ ഏറെ ആശ്വാസം സ്വാലിഹ്. ഏതായാലും പിന്നീട് ഞാൻ സ്വാലിഹിനെ വിളിക്കാം. പുലർച്ചെയാണ് അപകടമുണ്ടായത്, രാത്രിയിലാണ് അപകടമുണ്ടായത്. മാധവി, അത് തിരുവനന്തപുരത്തുകാർക്കൊക്കെ പരിചിതമായ ഒരു വണ്ടി കൂടിയാണ്, ഇവിടെ സ്ഥിരം നമുക്ക് കാണാൻ കഴിയുന്നൊരു ബസ് കൂടിയാണ്. ഏതായാലും ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്നത് ഏറെ ആശ്വാസം നൽകുന്നു. പരിക്ക് ഗുരുതരമല്ല എന്നത് ആണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.